ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. വ്ളോഗ് ഫാമിലി ട്രിപ്പൊന്നുമല്ല, ഞാനൊരു ബിസിനസ് ട്രിപ്പുമായിട്ട് പോയപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊരു ട്രാവൽ വ്ളോഗ് ആക്കിക്കൂടാ എന്ന് വിചാരിച്ചിട്ടൊരു വ്ളോഗ് ചെയ്തതാണ്. സോ ഇതിൻ്റെ പോഡിങ് എനിക്ക് ടെർമിനൽ 2-ലായിരുന്നു. സോ ഡൊമസ്റ്റിക് തന്നെ ആയിരുന്നു. ബട്ട് ടെർമിനൽ ബാംഗ്ലൂരിലെ ടെർമിനൽ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അടിപൊളി ലഷി ഗ്രീനറീസ് ഉള്ള സ്ഥലങ്ങളാണ്. ഒരു ഗാർഡനിൽ കയറിയ ഒരു ഫീലാണ്. ബാംബൂവിൽ പണിഞ്ഞതായതുകൊണ്ട് അതിനകത്തുള്ള ഒരു തണുപ്പും കാര്യമൊക്കെ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എൻ്റെ ബോർഡിംഗ് എക്സ്പീരിയൻസ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ എത്തിയത് സിറ്റി ഓഫ് പേൾസ് ആൻഡ് നിസാമീസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഹൈദരാബാദിലേക്കാണ്. ഹൈദരാബാദിൽ ചെന്ന് ഇറങ്ങിയ പാടെ എനിക്ക് അവിടുത്തെ റോഡും ആ ഔട്ടർ റിംഗ് റോഡും എല്ലാം ഒരു വല്ലാത്ത ഒരു ഇഷ്ടമായി. ശരിക്കും പറയണമെങ്കിൽ അവിടുത്തെ ആ കൺസ്ട്രക്ഷനും ട്രാഫിക്കൊക്കെ നല്ല കുറവുണ്ടായിരുന്നു. സോ എനിക്കതൊരു നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവിടുന്ന് ഞങ്ങൾ നേരെ എയർപോർട്ട് ടാക്സിയും പിടിച്ച് റൂമിലേക്കാണ് പോയത്. ഗാച്ചിബോളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. ഗാച്ചിബോളിയിലായിരുന്നു എൻ്റെ സ്റ്റേ. സോ ഗാച്ചിബോളിയിൽ എത്തിയ പാടെ ഞങ്ങൾ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല. ഡിന്നർ പുറത്തുനിന്നാവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേൾഡ് ഫേമസ് ബിരിയാണിയായ പാരഡൈസ് ബിരിയാണിയിലേക്ക് പോയി. പാരഡൈസ് ബിരിയാണി, ഞാനും അച്ഛനും കൂടിയാണ് ഈ ട്രാവൽ പോയത്. സോ ബിസിനസ് ട്രിപ്പ് ആയതുകൊണ്ട് എനിക്ക് അധികം ടൈം എക്സ്പ്ലോർ ചെയ്യാനൊന്നും കിട്ടിയില്ല. പക്ഷേ കിട്ടിയ സമയത്തിൽ അവിടുത്തെ 2 ഫേമസ് പ്ലേസസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ പോയി. അവിടുത്തെ ആംബിയൻസ്, പാരഡൈസ് ബിരിയാണി, ഞാൻ അതായത് ഒരു സ്റ്റാർട്ടറും ഒരു മട്ടൻ ബിരിയാണിയാണ് ഞങ്ങൾ വാങ്ങിയത്. അച്ഛനും ഞാനും അധികം കഴിക്കാത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും തന്നെ മതിയായിരുന്നു. പിന്നെ പാരഡൈസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് അധികം എടുക്കാനും, വിശന്ന് പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഞാനത് വീഡിയോസൊക്കെ എടുക്കാനും മറന്നുപോയി. പക്ഷേ തിരിച്ച് പോകുന്ന വഴിക്ക് എനിക്ക് അവിടുത്തെ IT കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം കണ്ടപ്പം സന്തോഷമായി. ഞാൻ എല്ലാം ക്യാപ്ചർ ചെയ്തു. എന്നെക്കൊണ്ടാവുന്നത് എല്ലാതും കൂടി ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ജോലി കാര്യത്തിനും എല്ലാം തിരക്കായതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കാര്യങ്ങളുടെയും അല്ലെങ്കിൽ അപ്പത്തെ റൊട്ടീനൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം ഞാൻ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഫിന് പോയി എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അതേ പ്രിപ്പറേഷനും കാര്യങ്ങളും ആയിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡേ കഴിഞ്ഞത്. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ വർക്കിന് വേണ്ടിയിട്ട്, ഞാൻ ഓഫീസ് റിലേറ്റഡ് വർക്കിന് വേണ്ടി പോയില്ല. അവിടെ പോയി വർക്കൊക്കെ തീർന്ന് വന്ന് ഓൾമോസ്റ്റ് അറൗണ്ട് 1:15 അല്ലെങ്കിൽ 1:45 ആ സമയത്ത് ഞാൻ തിരിച്ച് വന്ന് ചെക്കൗട്ട് ചെയ്തു. അച്ഛനോട് ചോദിച്ചു നമുക്ക് പുറത്ത് ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വിശപ്പൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാലും വേണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ അച്ഛനെയും കൂട്ടിയിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ, ക്യാബ് ഡ്രൈവറിനോട് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ പോയി ഞങ്ങൾ അവിടെ പിന്നെയും ഒരു ഹൈദരാബാദി ബിരിയാണിയും ഒരു നാൻ റൊട്ടിയും പിന്നെ ഒരു ഹൈദരാബാദി ചിക്കൻ കറിയും വാങ്ങി. പിന്നെ നമ്മൾ നേരെ സ്ഥലം വിട്ടു നമ്മുടെ എന്താ പറയുക ഐക്കോണിക് പ്ലേസ് അല്ലെങ്കിൽ മോണ്യുമെൻ്റ് ആയിട്ടുള്ള ചാർമിനാറിലേക്ക്. ഹൈദരാബാദിലെ മോണ്യുമെൻ്റ് മാത്രമല്ല, ഹൈദരാബാദിൻ്റെ സിമ്പലും കൂടിയായിട്ടുള്ളതാണ് നമ്മളെ ചാർമിനാർ. സോ ചാർമിനാർ എന്ന് പറഞ്ഞാൽ 4 മിനാറുകളും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ. സോ പേരിൽ തന്നെ ഉണ്ട് അത്. സോ ഇത് എന്താന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മുടെ സുൽത്താൻ മുഹമ്മദ് കുലി കുതുബ് ഷാ ആണ് ഇത് നിർമ്മിച്ചത്. സോ 1591 ഈ ചാർമിനാർ ഉണ്ടായത്. സോ ഒരു മഹാമാരിയായ പ്ലേഗിൻ്റെ പ്രതീകമായിട്ടാണ്. പ്ലേഗിൻ്റെ അവസാനിപ്പിച്ചതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവർ ചാർമിനാർ പണിഞ്ഞതെന്നാണ് അറിയപ്പെടുന്നത്. സോ ഹൈദരാബാദിൻ്റെ ആത്മാവും അഭിമാനവുമാണ് ഈ ചാർമിനാർ. സോ 4 ഉയർന്ന മിനാറുകൾ ഇതിൻ്റെ പ്രത്യേകതയും രൂപവുമാണ്. സോ അവിടെ നിന്ന് കയറുമ്പോൾ കണ്ടില്ലേ, ഓൾമോസ്റ്റ് അറൗണ്ട് 149 സ്റ്റെയർസ് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. സോ ഞാൻ എണ്ണാനോ കാര്യങ്ങൾക്കോ ഒന്നും പോയില്ല. ഒരു കുഞ്ഞി സ്ഥലമായിരുന്നു കയറി ഇറങ്ങാൻ. സോ അവിടെ ലൈറ്റ് ഉണ്ട്, ഇരുട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലൈറ്റും വെച്ചിട്ടുണ്ട് അവർ. സോ കുറച്ചൊക്കെ കുത്തും വരയും ഒക്കെ വരച്ചിട്ട് ആൾക്കാർ ആ സ്ഥലത്തിലും നമ്മളെന്താ പറയുക ചെറുതായിട്ടൊക്കെ നശിപ്പിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇറങ്ങിയ പാടെ അവിടെ ഒരു കുഞ്ഞ് പ്രയറിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയി പ്രയർ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പം അവിടുത്തെ ആൾ ഒന്നും കൂടി എനിക്ക് ബ്ലെസ്സിങ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്.
അവിടുന്ന് പ്രസാദം കാര്യമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു. എനിക്ക് പെർട്ടിക്കുലർലി ഈ പ്ലേസിന് എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ അവിടെ പ്രയറും ചെയ്ത് ഞാൻ അവിടെ വന്നു. സോ പുറത്തിറങ്ങിയതും ഒരു നിരന്ന് കിടക്കുന്ന മാർക്കറ്റാണുള്ളത്. അവിടെയാണ് നമുക്ക് ഒറിജിനൽ പേൾസ് കിട്ടുക. പിന്നെ എന്താ പറയുക, ഇയറിങ്സ്, ബാംഗിൾസ്, സാൻഡൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും അവിടെ ടൈം കിട്ടിയില്ല. എനിക്കറിയില്ല, എൻട്രൻസിന് ഞാൻ അറൗണ്ട് 25 റുപ്പീസാണ് ഇവിടെ കൊടുത്തത്. ഞാനത് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഐ എം റിപ്പീറ്റിംഗ് അല്ലേ. എന്നാൽ ഞാനൊരു 25 റുപ്പീസാണ് ഇവിടുത്തെ എൻട്രൻസ് ചാർമിനാറിലേക്ക്. സോ 5:30 തന്നെ നമുക്ക് തിരിച്ച് ഫ്ലൈറ്റ് ഉള്ളത് കാരണം നമുക്ക് അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ തിരിച്ച് പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും ഒന്ന് ഹൈദരാബാദിൽ പോയി വന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. സോ പിന്നെ ഞാൻ അധികമായിട്ട് അവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനോ വാങ്ങാനോ ഷോപ്പിങ്ങിനോ എനിക്ക് നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് ധ്വനിക്കുട്ടിക്ക് വേണ്ടി ഒരു 2-3 കമ്മൽ വാങ്ങിയിട്ട് വന്നു എന്നല്ലാതെ ഞാൻ അധികം അവിടെ ഒന്നും പർച്ചേസിന് നിന്നിട്ടില്ല. പക്ഷേ അവിടെ അടിപൊളി ബാംഗിൾസും ഉണ്ട്, കമ്മലുകളുണ്ട്, പിന്നെ ഡ്രസ്സുകളുണ്ട്. പിന്നെ അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അന്നത്തെ ദിവസം. ക്യാബ് ഡ്രൈവർ പറഞ്ഞത് ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത് എന്നോട്. ലൈക്ക് മോസ്റ്റ്ലി ഞാൻ ഒരു ഫ്രൈഡേ ആണ് ഞാൻ പോയത്. പക്ഷേ ക്രിസ്മസ് വരുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ പർച്ചേസിങ്ങിന് ഇറങ്ങിയതുകൊണ്ടായിരിക്കാം ഭയങ്കര റഷ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അവിടെ ക്യാബ് നിർത്താൻ പോലും അധികം സമയം കാര്യങ്ങളൊന്നും കിട്ടില്ല. സോ ദ ബെസ്റ്റ് വേ ടു സേ ബൈ ടു എ പ്ലേസ് എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു സൺസെറ്റ് ക്യാപ്ചർ ചെയ്യാൻ കിട്ടി ബോർഡിങ് സമയത്ത്. പിന്നെ ഞാൻ എയർപോർട്ടിൻ്റെ ഒരു വ്യൂ എടുത്തു. പിന്നെ ഞാനൊന്ന് ഫ്ലൈറ്റ് ജസ്റ്റ് ഒന്ന് ബൈ പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ, ഒരു ചെറിയ ബിറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, അധികമൊന്നുമില്ല. സിറ്റി ഓഫ് പേൾസ് അല്ലെങ്കിൽ നിസാമീസ്, പിന്നെ അടിപൊളി ബിരിയാണിയുടെ മണമായിട്ട് എനിക്ക് ഹൈദരാബാദും ഒരു പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്നു. ഞാൻ ഇനിയും വരുന്നെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം പോലെ. സോ അവിടുന്ന് ഞങ്ങൾ നേരെ കൊച്ചിയിലെത്തി. അത്രയേ ഉള്ളൂ. കൊച്ചിയിൽ നിന്ന് ഞാൻ പുറത്ത് പോയിട്ട് ഒരു ഡിന്നറും കഴിച്ചു. മല്ലൂസ് ഡാബ എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ഒരു ഡാബ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് വേഗം ഭക്ഷണം കഴിച്ച് തിരിച്ച് ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റിലേക്ക് വരാനത്. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.